സാറേ ഈ മഴയത്ത് എങ്ങനെ വീട്ടിൽ പോവാനാ? കൂടെയും കൊണ്ടുവന്നിട്ടില്ല. എന്നാ മഴ വന്നിട്ട് പോയാ മതി. എന്താടാ അവിടെ? ഒന്നുമില്ല, ഇവൻ പറഞ്ഞൊരു കഥ പറയാം. കഥ എന്നാ ഹൊറോതി. എന്നാ ഞാൻ ഒരാളുടെ ജീവിത കഥ പറയാം. ഒരിക്കൽ 4 കൂട്ടുകാർ ചേർന്ന് ഒരു കൊടുങ്കാട്ടിൽ ട്രിപ്പ് പോയി. എന്തിനാ നീ പറഞ്ഞ ഫോറസ്റ്റ് ഓഫീസർ? ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ടാ. ഈ കാട് കണ്ടിട്ട് എന്തോ പന്തിയേട് പോലെ. ആ ഫോറസ്റ്റ് ഓഫീസർ വന്നിട്ട് പോയാൽ മതിയായിരുന്നു. ആ ഫോറസ്റ്റ് ഓഫീസ് ഇതാ. നിന്റെ അടുത്തൊക്കെ പറഞ്ഞല്ലോ ഒറ്റയ്ക്ക് കാട്ടിലോട്ടും കയറി വരില്ലേ നീ. ഓ പിന്നെ കാട്ടിൽ എന്തൊക്കെ ഇരിക്കുന്ന പോലെ. നിന്നെ കാണാത്തോണ്ട് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കേറിയതാ. കോഴങ്ങളെ എനിക്ക് വയ്യടെ, കുറച്ച് ഇരുന്നിട്ട് പോവാം നമുക്ക്. ഞാനൊന്ന് പോയിട്ട് വരാം. ചേട്ടൻ ഈ കാട്ടി എത്ര വർഷമായിട്ടുണ്ട്? ഞാൻ ഒരു 5-6 ചത്ത ഇത് BP എല്ലാം കുറഞ്ഞായിരിക്കും. അവനുണ്ട്, കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞത്. എന്താണെന്ന് അറിയത്തില്ല. നാളെ എന്തായാലും അവൻ്റെ വീട് വരെ നമുക്ക് പോകണം. ഇവനൊക്കെ അസുഖം പിടിച്ച് എവിടെ പോയി കിടക്കുന്നു? വീട്ടിലും കാണുന്നില്ല. ഇവനെന്താ വയ്യ ഇവിടെ വന്നിരിക്കാൻ? എന്താണ് ഇവനിത് എന്തോ പറ്റിയിടാ? ഇത് മറ്റേ ഫോറസ്റ്റ് ഓഫീസർ അല്ലേ? ഈ കാര്യം പറയാനാ ഞാൻ വന്ന. അവൻ കുഴഞ്ഞു വീണതല്ല. ഇവനൊക്കെ മനുഷ്യനെ മെനക്കെടുത്താനുണ്ട്. ഇതിനിപ്പോ ഇനി എന്താ ഒരു മാർഗം? ഇതിനൊരു വഴിയുണ്ട്. ഫാദർ ഗോൺസാലക്സ്. അയാളോട് നമുക്ക് ചോദിച്ചാലോ? ഫാദർ എവിടെ? അച്ഛൻ പള്ളിയിലുണ്ട്. രാത്രി ആവട്ടെ, അങ്ങോട്ട് വരാം. ദേ ആ കാണുന്നത് അവന്റെ വീട്. ഇവനെന്ന് എവിടെ പോയിരുന്നു? നിന്റെ വരവിന്റെ ഉദ്ദേശം എന്തോ? നിന്നെ കൊണ്ടത് പറയിപ്പിക്കാൻ എനിക്കറിയാം, എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. എന്നാ എന്നെ കൊണ്ട് പറയിപ്പിക്കടാ. ഞാൻ പറയാം. എന്നാ പറ. ഞാനൊന്ന് ഈ ശരീരത്തിൽ ജീവിക്കാൻ നിനക്ക് യാതൊരു അവകാശവുമില്ല. നീ എന്നേക്കുമായി ഒഴിഞ്ഞു പോയേ പറ്റൂ. സാറേ ഇതൊരാളെ ജീവിതതാണെന്നല്ലേ പറഞ്ഞു? ആരെ ജീവിത കഥയാ? എന്നാലും ആ മന്ത്രവാദി ആള് കൊള്ളാം അല്ലേ? നീ എന്നേക്കുമായി ഒഴിഞ്ഞു പോയേ പറ്റൂ.